കഥയുടെ തുടക്കത്തിൽ കുറച്ച് പിള്ളാരെയാണ് കാണിക്കുന്നത്. ഇവരെല്ലാരും ആർമിയിലുള്ള പിള്ളേരാണ്. എന്നാലോ കയ്യിലിരുപ്പ് നല്ല തകർപ്പനാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ പയ്യനാണ് മെക്ക്. അവന്റെ പേരാണ് മെക്ക്. അവനിപ്പോ അവിടെ വരുന്ന ആർമിയിലുള്ള പിള്ളേരുടെ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്. എന്തിനാണെന്നല്ലേ, അവിടെ ചെറിയൊരു വീട് പോലത്തെ സംഭവമുണ്ട്. അതിനുള്ളിൽ ചെറിയൊരു സിനിമ ഇടുന്നുണ്ട്. ആ സിനിമ അങ്ങനെ വെറുതെ ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല. മെക്കിന് പൈസ കൊടുത്താൽ മാത്രമേ കാണാനായിട്ട് പറ്റൂ. അങ്ങനെ പൈസ കൊടുത്തിട്ട് കുറച്ചധികം പിള്ളേര് ആ സിനിമ പോയി കാണുന്നുണ്ട്. എന്ത് സിനിമയാണെന്ന് മനസ്സിലായില്ലേ? 18+ സിനിമയാണ്. ഇപ്പൊ മെക്ക് അവിടെ ഇരിക്കുന്ന നേരത്ത് അങ്ങോട്ട് മെക്കിനെ പഠിപ്പിക്കുന്ന സാറ് വരുന്നുണ്ട്. സാറിനെ കണ്ടത് മെക്ക് പേടിച്ചു പോവാണ്. ബാക്കിയുള്ള പിള്ളേരൊക്കെ എവിടെ പോയെന്ന് പറഞ്ഞിട്ട് മെക്കിന് സാറ് പണിഷ്മെന്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. കാരണം മെക്ക് അവിടെ വെറുതെ ഇരിക്കുമല്ലേ. അങ്ങനെ മെക്ക് എണീക്കിയിരിക്കുകയും ചെയ്യാണ്. സാർ ഇപ്പൊ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ എല്ലാ പയ്യന്മാരും ആ ഒരു സിനിമ കാണുകയാണ്. എല്ലാരും കൂടെ സാറിനെ കണ്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. പക്ഷേ സാറിനെ വെറുതെ വിടുന്നില്ല. സാറിന്റെ തലയിൽ ഒരു വല എടുത്തിട്ടാണ് ഈ പിള്ളേർ ഓടാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ സാറും എമാരുടെ പിന്നാലെ ഓടി എമാരെ എവിടെ ഇട്ട് പിടിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാരും കൂടെ പോയി ഫുട്ബോൾ കളിയാണ്. സാറ് നല്ല വൈബാണ് കേട്ടോ. ഇതിനുശേഷം കാണിക്കുന്നത് മെക്കിന്റെ ചേട്ടനെയാണ്. മെക്കിന്റെ ചേട്ടനും ഒരു പട്ടാളക്കാരനാണ്. മെക്കിനെ കാട്ടിയും കുറച്ചധികം ഉയർന്ന പൊസിഷനിലുള്ള ഒരു പട്ടാളക്കാരനാണ്. ഇപ്പൊ അവന്റെ കാമുകിയുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. കാമുകി അവനോട് പറയുന്നുണ്ട്, ഞാൻ പ്രഗ്നന്റ് ആണ്, നീ ഒരു അച്ഛനാവാൻ പോവാണെന്ന്. ഇത് കേട്ടിട്ട് അവൻ ഒരുപാട് സന്തോഷമായിട്ട് അവളെ വന്ന് കെട്ടിപ്പിടിക്കും. അതുപോലെ തന്നെ അവളെ പ്രപ്പോസ് ചെയ്യാണ്, അവനെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചിട്ട്. എന്തായാലും ഇപ്പം ചേട്ടനും അതുപോലെ തന്നെ ചേട്ടത്തെയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും കടലിന്റെ സൈഡിൽ കൂടെ ഒരു മനുഷ്യൻ നല്ല വെപ്രാളപ്പെട്ട് പേടിച്ചിട്ട് അങ്ങോട്ട് ഓടി വരിക. എന്നിട്ട് ചേട്ടനോട് പറയും, അവിടെ കുറേയധികം പട്ടാളക്കാർ വന്നിട്ടുണ്ട്. അത് ജപ്പാനീസിന്റെയോ തായ്ലൻഡിന്റെയോ പട്ടാളക്കാരാണ്. അവര് നമ്മളെ ആക്രമിക്കാനായിട്ട് പോവാണ്. ഒരുപാടധികം പീരങ്കികളുണ്ട്, വലിയ വലിയ ഷിപ്പുകളുണ്ട്. അവരെന്തായാലും നമ്മളെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. അതിനർത്ഥം ഇവിടെ യുദ്ധം വരാനായിട്ട് പോവാണ്. ഇതേ നേരം തന്നെ തായ്ലൻഡിലെ പട്ടാളക്കാരെയും അതുപോലെ തന്നെ ജപ്പാനിലെ പട്ടാളക്കാരെയും കൂടെ കാണിക്കുകയാണെങ്കിൽ കുറച്ചധികം ഉയർന്ന പദവിയിലുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. തായ്ലൻഡിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ജപ്പാനിലുള്ള ആൾക്കാരുമാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ കൊറിയക്കാർക്കിട്ട് പണി കൊടുക്കാനായിട്ട് പോവാണ്. സാധാരണ പണിയൊന്നുമല്ല. സാധാരണ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ്? തോക്കും ആയുധങ്ങളും ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ഇപ്രാവശ്യം വൈറസ് ഉപയോഗിച്ചിട്ടാണ് യുദ്ധം ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് കണ്ടുപിടിച്ചത് തായ്ലൻഡുകാരാണ്. ഈ വൈറസ് കണ്ടുപിടിച്ചത് തായ്ലൻഡുകാരാണ്. അത് ജപ്പാൻകാർക്ക് വിറ്റിട്ടുണ്ട്. ഇനി ജപ്പാൻകാർ അത് വെച്ചിട്ട് കൊറിയക്കാർക്ക് എതിരെ പോരാടും. അപ്പൊ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോവാണ്. വീണ്ടും ചേട്ടനെ കാണിക്കുകയാണെങ്കിൽ ചേട്ടന്റെ ക്യാപ്റ്റനെയും കൊണ്ട് ഒരു ജീപ്പ് എടുത്ത് പട്ടാള ക്യാമ്പിൽ നിന്ന് ചേട്ടന്റെ അമ്മേനെ വന്ന് കാണുന്നുണ്ട്. എന്തിനാണെന്നല്ലേ, ഈ അമ്മ ചേട്ടനെ വിടത്തില്ല, യുദ്ധം ചെയ്യാനായിട്ട് വിടത്തില്ല. അതിന് അമ്മയുടെ നിന്ന് അനുവാദം വാങ്ങാനായിട്ടാണ് ക്യാപ്റ്റനെയും കൊണ്ട് അമ്മേനെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ക്യാപ്റ്റൻ വന്ന അമ്മയോട് അനുവാദം ചോദിക്കുന്നുണ്ട്. അന്നേരമായിരിക്കും നമ്മുടെ മെക്കാണെങ്കിൽ അതുവഴി പോകുന്നത്. മെക്കിന് അമ്മ എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. മെക്കിനോട് അത് പോയി കഴിക്കാനായിട്ട് അമ്മ പറയാണ്. അതുപോലെ തന്നെ ക്യാപ്റ്റനോട് ചേട്ടനെ വിട്ടു തരാനായിട്ട് പറ്റത്തില്ല എന്ന് പറയും. കാരണം ചേട്ടന്റെ അച്ഛനും, അതായത് മെക്കിന്റെയും ചേട്ടന്റെ അച്ഛനില്ലേ, അയാൾ ഒരു പട്ടാളക്കാരനായിരുന്നു. യുദ്ധത്തിന്റെ ഇടയിലാണ് മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ മക്കളെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്ന് അമ്മ പറയും. പക്ഷെ ക്യാപ്റ്റൻ എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടിയല്ലേ പോരാടുന്നത്, ഒരുപാടധികം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് ചേട്ടനെ നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ അമ്മേനെ കൺവിൻസ് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ മെക്കാണെങ്കിൽ ആരും അറിയാതെ വീട്ടിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് അവിടെ നിന്ന് പോവാനായിട്ട് നിൽക്കുകയാണ്. കാരണം യുദ്ധം വരാനായിട്ട് പോവാണ്. യുദ്ധം വന്നാൽ എന്തായാലും അവനെ കൂടെ യുദ്ധത്തിന് വിളിക്കും, വലിയ പ്രശ്നമാവും, ചിലപ്പോൾ അവന്റെ ജീവൻ വരെ പോയേക്കാം. അതുകൊണ്ട് തന്നെ പട്ടാളക്കാരൊന്നും അറിയാതെ അവൻ വീട് വിട്ട് ഓടിപ്പോകാനായിട്ട് നിൽക്കുകയാണ്. ഓടി പോകുന്ന നേരത്ത് ചേട്ടൻ അവനെ കാണുന്നുണ്ട്. ചേട്ടൻ വന്നിട്ട് അവനോട് ചോദിക്കും, എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ പോരാടുന്നത്, നിനക്ക് പോവാതിരുന്നൂടെ? പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല വേണ്ടത്, പകരം അതിനെ നേരിടുകയാണ് വേണ്ടത് എന്നൊക്കെ അനിയനോട് പറയുമ്പോൾ അനിയൻ തിരിച്ചു പറയും, നിനക്ക് ഭ്രാന്താളാ, എനിക്ക് എന്റെ അമ്മേനെ ജീവനോടെ കാണണം, അതുപോലെ എനിക്ക് ജീവിക്കണം. നമ്മൾ രണ്ടുപേരും മരിച്ചു പോയാൽ നമ്മുടെ അമ്മയ്ക്ക് ആരാ ഉള്ളത്? അതുകൊണ്ട് ഞാൻ വേണ്ടാത്ത പണിക്കൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഈ ചേട്ടനാണെങ്കിൽ അവനെ കുറെ ചീത്ത പറയുന്നുണ്ട്. നീ അങ്ങനെ പേടിച്ചിരുന്നോ, നീ ഒരു പേടിത്തൊണ്ടനാന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കേൾക്കുമ്പോൾ അനിയന്റെ മനസ്സ് ചെറുതായിട്ടൊന്നും മാറുന്നുണ്ട്. അന്നേരമായിരിക്കും ക്യാപ്റ്റൻ ചേട്ടനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേട്ടൻ അവിടെ നിന്ന് പോവാണ്. നമ്മുടെ മെക്കാണെങ്കിൽ ആരും അറിയാതെ, അതായത് ക്യാപ്റ്റൻ കാണാതെ ആ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് യുദ്ധമാണ് കാണിക്കുന്നത്. ജപ്പാൻ പട്ടാളക്കാരാണെങ്കിൽ കുറേയധികം പട്ടാളക്കാരെ കൊണ്ടുവന്നിട്ട് ഈ കൊറിയൻ പട്ടാളക്കാർക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്. ആ ഒരു യുദ്ധത്തിൽ കുറേയധികം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി ചാവുന്നുണ്ട്. അതുപോലെ ബോംബ് പൊട്ടി ചാവുന്നുണ്ട്, പല രീതിയിൽ ചാവുന്നുണ്ട്. ഒരു രക്തക്കളിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഇടയിൽ ഈ പിള്ളേര് പെട്ടുപോയിട്ടുണ്ട്. അതായത് ആർമിയിലുള്ള ആ ഒരു പിള്ളേരില്ലേ, നമ്മുടെ മെക്കും മെക്കിന്റെ കൂട്ടുകാരൊക്കെ, അവരൊക്കെ പേടിച്ച് വെടി കൊള്ളാതെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ ജപ്പാൻകാർ കൊണ്ടുവന്ന കുറെ സാധനത്തിന്റെ കൂട്ടത്തിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടിയിൽ നിന്ന് എന്തോ ഒരു ജീവി പുറത്തോട് ചാടി പോകുന്നുണ്ട്. വീണ്ടും ആ പിള്ളേരെ കാണിക്കുകയാണെങ്കിൽ അവന്മാര് വെടി കൊള്ളാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്, കാടിനുള്ളിലോട്ട് ഓടുന്നുണ്ട്. അങ്ങനെ അവന്മാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ സോംബി പോലത്തെ ജീവി വന്ന് ഇവന്മാരെ എല്ലാരെയും ആക്രമിക്കുകയാണ്. ഓരോ ആൾക്കാരെയും മൃഗീയായിട്ട് കടിച്ചു കീറുന്നുണ്ട്, മെക്കിനെയും കടിക്കാനായിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മെക്കിന് എന്തോ സംഭവിക്കുകയാണ്. ചുറ്റുമുള്ള ഭാഗം എല്ലാം മാറിയിട്ട് അവൻ ഒരു ചതുപ്പിൽ നിൽക്കുന്നത് പോലെ അവന് തോന്നുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ ആ ഒരു ചതുപ്പിലോട്ട് താഴ്ന്നു പോകുന്നുണ്ട്. അങ്ങനെ താഴ്ന്ന് അവസാനം അതിൽ മുങ്ങി അവനെ കാണാതെ പോവാണ്. കുറെ കഴിയുമ്പോൾ ഒരാൾ വന്ന് അവന് കൈ കൊടുക്കുകയാണ്.
നോക്കുകയാണ്. അവനെ മുകളിലോട്ട് വലിച്ചു കയറ്റുന്നുണ്ട്. നോക്കുമ്പോൾ ചുറ്റും കുറെ അധികം സോംബികളാണ് കേട്ടോ. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനില് തായ്ലൻഡിലെ കുറച്ച് സോൾജേഴ്സിനെയാണ് കാണിക്കുന്നത്. അവരിപ്പോ യുദ്ധത്തിനായിട്ട് കൊറിയയിൽ വന്നിട്ടുണ്ട്. കൊറിയയിലുള്ള ഒരു ഗ്രാമത്തില് അങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വരുമ്പോൾ മൊത്തം ചോരക്കളമാണ്. എന്തൊക്കെയോ മൃഗങ്ങള് മനുഷ്യരെ ആക്രമിച്ചതുപോലെ. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ തന്നെ അത്യാവശ്യം ഹയർ പൊസിഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ബാക്കിയുള്ള പിള്ളേരെ ഇവിടെ ബാക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് പറഞ്ഞുവിടും. യുദ്ധം ചെയ്യല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആ പിള്ളേരാണെങ്കിൽ ഈ ഒരു വലിയ ഉദ്യോഗസ്ഥനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അന്വേഷിക്കാനായിട്ട് ചെല്ലും. എന്നാൽ അവിടെ എല്ലാം അന്വേഷിച്ചിട്ടും ആരെയും കാണാനായിട്ടില്ല. തിരിച്ച് ഇങ്ങേരുടെ അടുത്ത് വരുമ്പോൾ ഇങ്ങേരുടെ തല ഒരു സോംബി ഇരുന്ന് പച്ചയ്ക്ക് തിന്നുന്നതാണ് അവന്മാര് കാണുന്നത്. ഇത് കണ്ട് അവന്മാര് പേടിച്ചു പോകുന്നുണ്ട്. അന്നേരം തന്നെ കുറെ അധികം സോംബികൾ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അതും സാധാരണ സോംബികളല്ല, പട്ടാള ഡ്രസ് ഇട്ട ആ പിള്ളേര് സോംബികളാണ്. നേരത്തെ ആ പെട്ടിയിൽ നിന്നൊരു സോംബി രക്ഷപ്പെട്ടില്ലേ, ആ സോംബി പിള്ളേരെ എല്ലാരെയും കടിച്ചു. അവരെല്ലാരും സോംബികളായിട്ട് മാറി. ആ സോംബികളാണ് ഇപ്പൊ തായ്ലൻഡിലെ പട്ടാളക്കാരെ ആക്രമിക്കുന്നത്. ഇതേ നേരം തന്നെ ചേട്ടന്റെ കാമുകിയെ കാണിക്കുകയാണെങ്കിൽ കാമുകി ഒരു നേഴ്സാണ് കേട്ടോ. ആ നേഴ്സ് അവിടുത്തെ പട്ടാളക്കാരെ എല്ലാരെയും ചികിത്സിക്കുന്നുണ്ട്. മുറിവേറ്റ് വരുന്ന എല്ലാരെയും ചികിത്സിക്കുന്നുണ്ട്. അങ്ങോട്ടൊരു പട്ടാളക്കാരന്റെ ഭാര്യയും മോളും വരുന്നുണ്ട്. എന്റെ ഭർത്താവിന് യുദ്ധത്തിൽ എന്തെങ്കിലും പറ്റിയോ, അങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ കാമുകി ആ ഒരു ഭാര്യയും മോളെയും വിളിച്ച് പുറത്ത് വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങളുടെ ഭർത്താവിനൊന്നും പറ്റിയിട്ടില്ല, അങ്ങനെ ഒരു ബോഡി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ പേടിക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയക്കുകയാണ് അവിടെ നിന്ന്. വീണ്ടും ചേട്ടനെ കാണിക്കുകയാണെങ്കിൽ ഒരു സോൾജർ ചേട്ടന് ജീപ്പില് ആ ഒരു ഗ്രാമത്തിൽ കൊണ്ടാക്കുന്നുണ്ട്. അതായത് നേരത്തെ തായ്ലൻഡുകാർ വന്നില്ലേ ഒരു ഗ്രാമത്തില്, ആ ഒരു ഗ്രാമത്തിൽ കൊണ്ടാക്കുന്നുണ്ട്. ചേട്ടൻ ഒറ്റയ്ക്ക് തോക്കും പിടിച്ചിട്ട് അവിടെ എല്ലാം നടക്കുകയാണ്. കാരണം മനുഷ്യരെ ഒന്നും കാണാനായിട്ടില്ല. അങ്ങനെ നടക്കുമ്പോൾ അവിടെ തന്നെ ചെറിയൊരു കുഴിയുണ്ട്. ആ കുഴിക്കുള്ളിൽ ഒരു മനുഷ്യൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതും ഒരു സോൾജറാണ്. അയ്യോ നിങ്ങളെന്താ അതിനകത്ത് കുടുങ്ങി കിടക്കുന്നത്, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കയറെടുത്ത് തെങ്ങിൽ കെട്ടിയിട്ട് അത് വെച്ച് താഴോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. എന്നിട്ട് അയാളെ രക്ഷിക്കാനായിട്ട് ചെന്ന് വിളിക്കുമ്പോൾ അങ്ങേര് തിരിഞ്ഞു നോക്കുകയാണ്. നോക്കുമ്പോൾ അങ്ങേരുടെ തലയുടെ പകുതി ഭാഗമില്ല. എന്നിട്ടും ആ ഒരു ജീവി ചേട്ടനെ കടിക്കാനായിട്ട് വരികയാണ്. പക്ഷെ ചേട്ടൻ വിടുവോ? അവിടെ നിന്ന് ഒരു കമ്പെടുത്തിട്ട് അതിന്റെ തലയിൽ തന്നെ കുത്തി ഇറക്കുന്നുണ്ട്. ഇപ്പൊ കുത്തി ഇറക്കിയ ആ ഒരു സാധനം ഇല്ലേ, ആ ഒരു ജീവി, അത് സോംബിയാണ് കേട്ടോ. അത് കുത്തി ഇറക്കിയിട്ടും അത് ചേട്ടനെ കടിക്കാനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ കുത്തി ഇറക്കി ആ മണ്ണിൽ തന്നെ ചേർത്ത് വെക്കുന്നുണ്ട്. ചേട്ടൻ കയറ് പിടിച്ച് മുകളിലോട്ട് കയറി പോവാണ്. എന്നാൽ ആ ഒരു ജീവി വീണ്ടും ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. കാലിൽ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. ചേട്ടൻ ഇപ്പൊ മുകളിൽ എത്താറായിട്ടുണ്ട്. എന്നാൽ ഈ സോംബി ചേട്ടനെ താഴോട്ട് പിടിച്ച് വലിയും. അപ്പൊ തന്നെ ചേട്ടന് മുകളിൽ നിന്ന് ഒരു പന്തം കിട്ടുന്നുണ്ട്. തീ കത്തിയ ഒരു വിറക്. താഴെ ചെന്ന് വീണ ചേട്ടൻ വെറുതെ വിടോ, ആ വിറക് വെച്ച് ഈ സോംബിനെ അടിക്കാനായിട്ട് തുടങ്ങും. ഇതിന്റെ ദേഹത്ത് തീ തട്ടിയതും പെട്ടെന്ന് തന്നെ ആ സോംബി കത്താനായിട്ട് തുടങ്ങുകയാണ്. അതിന്റെ ദേഹത്ത് പെട്രോളിയോ അങ്ങനെയുള്ള വസ്തുക്കളൊന്നുമില്ല. പക്ഷെ അത് അങ്ങനെ കത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിനുശേഷം ചേട്ടൻ ആ കുഴിയിൽ നിന്ന് കയറിയിട്ട് നേരെ ക്യാപ്റ്റനെയും ബാക്കിയുള്ള പട്ടാളക്കാരെയും പോയി കാണുന്നുണ്ട്. അവരോട് കാര്യം പറയുന്നുണ്ട്. ഇത് കണക്ക് പകുതി തലയില്ലാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടു. പക്ഷെ അതൊരിക്കലും സാധാരണ മനുഷ്യനല്ല, എന്തോ വൈറസ് ബാധിച്ചതുപോലാണ്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, നമ്മളൊന്ന് തയ്യാറായിരിക്കണമെന്ന് ക്യാപ്റ്റനോട് പറയുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ മെക്കിനെയാണ് കാണിക്കുന്നത്. മെക്ക് ഇപ്പൊ കണ്ണ് തുറന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവനൊരു സോംബിയായി മാറിയൊക്കെയാണ്. നേരത്തെ ആ പെട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട സോംബി അവനെ കടിച്ചിട്ടുണ്ടായിരുന്നു. കടിച്ച സമയത്താണ് അവൻ ചതുപ്പിൽ താഴ്ന്നു പോകുന്നത് പോലെ അവന് തോന്നിയത്. ഇപ്പൊ അവൻ എണീറ്റ് നോക്കുമ്പോൾ അവന്റെ മുന്നിലൂടെ ഒരു ചിത്രശലവും പോകുന്നുണ്ട്. പക്ഷെ അത് സ്ലോ മോഷനിലാണ് പോകുന്നത്. അതിനർത്ഥം അവന് സൂപ്പർ പവർ കിട്ടിയതുപോലെയാണ് ഈ സോംബി വൈറസ് ബാധിച്ചത്. ഇപ്പൊ അവൻ എണീറ്റ് നോക്കുമ്പോഴാവട്ടെ അവന്റെ ചുറ്റും കുറെ അധികം സോംബികളുണ്ട്. ആ പിള്ളേരില്ലേ, അവന്മാരെല്ലാരും സോംബികളായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെക്കൊരു സോംബി ആണെങ്കിലും അവന് ചെറിയ സ്വബോധമുണ്ട്. അവന്റെ മനസ്സിലോട്ട് അവൻ ചെയ്ത കാര്യങ്ങൾ വരികയാണ്. അവൻ സോംബി ആയതിനു ശേഷം ചെയ്ത കാര്യങ്ങൾ വരികയാണ്. അവൻ ആ ഗ്രാമത്തിൽ ചെന്നിട്ട് കുറച്ചധികം മനുഷ്യരെ കടിച്ചു കൊന്നായിരുന്നു. അതിൽ തന്നെ ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്. അന്നേരം ഒന്നും ഓർമ്മയില്ലാതെ ചെയ്തതാണ്. ആ പെൺകുട്ടീനെയും അവൻ കടിച്ചു കൊന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ആലോചിച്ച് അവൻ അവിടെ നിന്ന് അലറി വിളിക്കാനായിട്ട് തുടങ്ങും. കൂടെ തന്നെ മറ്റേധികം സോംബികളും അലറി വിളിക്കാനായിട്ട് തുടങ്ങും. അവൻ വേണമെന്ന് വെച്ച് ആ പെൺകുട്ടീനെ കടിച്ചതല്ല. ഈ വൈറസ് ബാധിച്ച സമയത്ത് അവൻ ഒട്ടും ബോധമില്ലായിരുന്നു. ബോധം വന്ന സമയത്താണ് അവൻ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്. ഇതേ നേരം തന്നെ നമ്മളെ കുറച്ച് വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഡോക്ടർ പരീക്ഷണം നടത്തിയായിരുന്നു ഈ വൈറസിനെ വെച്ചിട്ട്. അങ്ങനെ അത് കുറച്ചധികം എലികളുടെ ദേഹത്ത് കുത്തിവെച്ചു. അതിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് എലികളായിട്ട് മാറി. ഒരു ഗ്രൂപ്പ് എലികൾക്ക് ഒരുപാടധികം ഓർമ്മകളുണ്ട്. സാധാരണ സോംബി എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ അല്ലാതെ മനുഷ്യൻ പെരുമാറുന്നത് പോലെ പെരുമാറാനായിട്ട് തുടങ്ങി. എന്നാൽ അതിന് ഒരുപാടധികം സൂപ്പർ പവേഴ്സ് ഉണ്ട്. എന്നാൽ ഒരു കൂട്ടം സോംബികളാവട്ടെ, വൈറസ് ബാധിച്ച എലി സോംബികളെ പോലെ തന്നെ പെരുമാറാനായിട്ട് തുടങ്ങി. അതായത് കണ്ണിൽ കാണുന്ന എല്ലാത്തിനെയും കടിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ അതിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം ബോധം ഉണ്ടായിരുന്നു. അതിനർത്ഥം നമ്മുടെ മെക്കിനൊക്കെ ചെറിയ രീതിയിൽ ബോധം കാണും ഈ വൈറസ് ബാധിച്ചാലും. ഇതേ നേരം തന്നെ ചേട്ടനെ കാണിക്കുകയാണെങ്കിൽ ചേട്ടൻ ആൾക്കാരൊക്കെ ചികിത്സിക്കുന്ന സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടെ തന്നെ കാമുകിയുണ്ട്. കാമുകിയെ ചെന്ന് കാണുകയാണ്. കാമുകിക്ക് ചേട്ടനെ കാണുമ്പോഴായിരിക്കും സമാധാനമാവുന്നത്. കാരണം ചേട്ടൻ മരണപ്പെട്ടു പോയെന്നാണ് കാമുകി വിചാരിച്ചിരുന്നത്. ചേട്ടൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതുപോലെ നേരത്തെ ആക്രമണത്തിൽ അവന്റെ കണ്ണിന് എന്തോ പറ്റിയായിരുന്നു, അതും ഇപ്പൊ കെട്ടിവെച്ചിട്ടുണ്ട്. എന്തായാലും അനിയനെ കാണാനില്ലല്ലോ, അതായത് മെക്കിനെ കാണാനില്ല. ഞാനിപ്പോ അമ്മയോട് എന്താ പറയണ്ടേന്ന് ചോദിച്ച് കാമുകിയുടെ അടുത്ത് അവൻ
വിഷമപ്പെടുകയാണ്. അന്നേരമായിരിക്കും സൈഡിൽ കിടന്ന ഒരാള് മെക്കിനെ പറ്റി പറയാനായിട്ട് തുടങ്ങുന്നത്. മെക്കും ആ യുദ്ധത്തിലുണ്ടായിരുന്നു, അവനെ കുറെ അധികം പട്ടാളക്കാർ വെടിവെക്കാനായിട്ട് ശ്രമിച്ചു എന്ന് സൈഡിൽ കിടന്ന ആള് പറയും. അപ്പോഴാണ് ചേട്ടന് മനസ്സിലാവുന്നത്. ചേട്ടൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് മെക്കും യുദ്ധത്തിന് പോയിരുന്നു. ഇപ്പൊ മെക്ക് ജീവനോടുണ്ടോ അതോ ഇല്ലയോ എന്ന് പോലും അറിയാനായിട്ട് പാടില്ല. ഇപ്പൊ ചേട്ടനാണെങ്കിൽ കാമുകിയോട് ബായ് പറഞ്ഞിട്ട് അവിടെ നിറങ്ങാണ്. ബാക്കിയുള്ള പട്ടാളക്കാരെ, അതായത് ക്യാപ്റ്റനെയും സാറിനെയും വിളിച്ചുകൊണ്ട് ജപ്പാനീസ് പട്ടാളക്കാരന്റെ തലവനെ വന്ന് കാണുന്നുണ്ട്. ജപ്പാൻ പട്ടാളക്കാരുടെ ക്യാപ്റ്റനിലെ അങ്ങനെ വന്ന് കാണുന്നുണ്ട്. വലിയ ഉദ്യോഗസ്ഥർ തമ്മിൽ ഫൈറ്റ് ചെയ്യത്തില്ല, ബാക്കി വരുന്ന കുഞ്ഞു പിള്ളേരെ കൊണ്ടാണ് ഇവര് ഫൈറ്റ് ചെയ്ത് പാവപ്പെട്ട മനുഷ്യരെ അങ്ങ് കൊന്നുകളയും. വലിയ ആൾക്കാർ തമ്മിൽ എന്നിട്ട് നോക്കിയിരിക്കും. ഇതാണ് സംഭവം. ഇപ്പൊ ഈ ജപ്പാൻ പട്ടാളക്കാരെ വന്ന് കണ്ടിട്ട് അവരോട് കാര്യം പറയും. ഇത് കണക്ക് എന്തൊക്കെയോ ജീവികൾ പുറത്തോട്ട് ഇറങ്ങി നടപ്പുണ്ട്, അതെന്താണെന്ന്. അപ്പം ജപ്പാൻ ക്യാപ്റ്റൻ പറയും, അതൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് എക്സ്പെരിമെന്റ് നടത്തിയായിരുന്നു ഒരു വൈറസിനെ വെച്ചിട്ട്. അങ്ങനെ ഒരു ജീവിയാണ് ആ പെട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. അത് പുറത്തോട്ടിറങ്ങി എല്ലാരെയും കടിക്കാനായിട്ട് തുടങ്ങി. അവര് സോംബിയായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ യുദ്ധം ചെയ്യല്ല വേണ്ടത്, പകരം ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു ജീവിനെ പിടിക്കണം. അതുപോലെ തന്നെ ബാക്കി സോംബി ആയിട്ടുള്ള ആൾക്കാരെ കൊന്നു കളയണം. ഇപ്പൊ ഇത് കേൾക്കുന്ന നമ്മുടെ കൊറിയൻ ക്യാപ്റ്റൻ, അതായത് നമ്മുടെ ചേട്ടന്റെ ക്യാപ്റ്റൻ ഇല്ലേ, അങ്ങേര് ഇവരുടെ കൂടെ തന്നെ നിൽക്കാന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇവരുടെ കൂടെ തന്നെ തായ്ലൻഡിലുള്ള ഒരു ഡോക്ടർ ഉണ്ട്. അങ്ങേര് ഒരു പട്ടാളക്കാരനാണ്, പക്ഷെ ആർമി ബേസ്ഡിലാണ് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുന്നത്. ഇപ്പൊ ഈ പട്ടാളക്കാര് അവിടെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. അതായത് ആ ജീവികളെ പറ്റിയാണ് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട് ഈ ജീവികൾക്ക്, അതായത് അതിന്റെ ദേഹത്ത് നിന്ന് കുറച്ചധികം ഫ്ലൂയിഡ് അതൊക്കെ പുറപ്പെടുവിപ്പിക്കും. ആ ഒരു ഫ്ലൂയിഡ് കത്താനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ദേഹത്ത് കുറച്ച് തീ തട്ടിയാൽ മാത്രം മതി, അത് കത്തും. അതാണ് നമ്മൾ നേരത്തെ ആ സോംബി പെട്ടെന്ന് തന്നെ കത്തിപ്പോയതായിട്ട് കണ്ടത്. ചേട്ടനെ ആക്രമിക്കാൻ വന്നില്ലേ, ആ സോംബി പെട്ടെന്ന് കത്തിപ്പോയത് അതുകൊണ്ടാണ്. വീണ്ടും നമ്മുടെ മെക്കിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോ സോംബിയാണല്ലോ, പക്ഷെ അവന് ബോധമുണ്ട്. ആ ഒരു കൊച്ചു പെൺകുട്ടിനെ കൊന്ന കുറ്റബോധം അവന് നല്ല രീതിയിൽ മനസ്സിലോട്ട് വരുന്നുണ്ട്. അതുമല്ല താഴ്ന്നൊരു തോക്ക് അവന് കിട്ടുകയാണ്. ആ ഒരു തോക്ക് എടുത്ത് കുറ്റബോധം കാരണം അവൻ ആത്മഹത്യ ചെയ്യാനായിട്ട് തലയിൽ വെച്ച് പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ ആ തോക്കിൽ ഉണ്ടയില്ലായിരുന്നു. എന്നാൽ തോക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്പാർക്ക് വരുമല്ലോ, ആ സ്പാർക്ക് കാരണം അവന്റെ ദേഹം കത്താനായിട്ട് തുടങ്ങും. കാരണം അവന്റെ ദേഹത്ത് ഒരു പ്രത്യേകതരം ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് കാരണമാണ് കത്താനായിട്ട് തുടങ്ങുന്നത്. എന്നാൽ അവൻ കത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറെ കുറെ സോംബികൾ വന്ന് അവനെ തള്ളി തൊട്ടടുത്തുള്ള ഒരു ചതുപ്പിലിടുന്നത്. എന്നിട്ട് കുറെ അധികം ചെളി വാരി അവന്റെ ദേഹത്ത് തേക്കുന്നുണ്ട്. സോംബികളാണെങ്കിലും ഈ സോംബികൾക്ക് കുറച്ചധികം ബോധമുണ്ട്. സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ അവർ ചിന്തിക്കും, എന്നാൽ കൂടുതൽ ശക്തി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് രാത്രി ആകുമ്പോഴായിരിക്കും പിന്നീട് നമ്മുടെ മെക്കിന് ബോധം വരുന്നത്. മെക്കിന് ബോധം വന്ന് നോക്കുമ്പോൾ അവൻ ഏതോ ഗുഹയിലാണുള്ളത്. കൂടെ തന്നെ വേറെ കുറെ സോംബികളും ഉണ്ട്. അവന്മാരെല്ലാരും കൂടെ എണീക്കും. അന്നേരം വേറൊരു സോംബി അങ്ങോട്ട് വരുന്നുണ്ട്. ഈ സോംബികൾക്കൊക്കെ ബോധം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് നിൽക്കുന്നില്ല, പകരം കാട്ടിൽ പോയിട്ട് എന്തൊക്കെയോ ജീവികളെ കൊന്നിട്ട് യവന്മാർക്ക് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിലൊരു സോംബി. യവന്മാരും ആർത്തിയോടെ അത് പോയി കഴിക്കുന്നുണ്ട്. യവന്മാര് വേണമെന്ന് വെച്ചല്ല മനുഷ്യരെ കൊന്നത്, അറിയാതെ അന്നേരം വൈറസ് ബാധിച്ച ആ ഒരു ഇതിൽ ചെന്ന് കൊന്നതാണ്. അന്നേരം ബോധമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ചെറുതായി ബോധം വരുന്നതേ ഉള്ളൂ. പിറ്റേന്ന് തന്നെ ജപ്പാനീസ് പട്ടാളക്കാരാണെങ്കിൽ ആ ഒരു ഗ്രാമത്തിൽ വന്ന് നോക്കുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ മൃഗീയായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. കാരണം കുറേയധികം മനുഷ്യരെ ആ സോംബികള് കടിച്ചു കീറിയിട്ടേക്കുന്നതാണ് കാണുന്നത്. കാല് വേറെ, കൈ വേറെ, അവയവങ്ങൾ വേറെ, അതുപോലെ ചുറ്റും കുറെ ഈച്ചകളൊക്കെ പറക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് ഛർദ്ദിക്കാനൊക്കെ വരത്തില്ലേ. വീണ്ടും നമ്മുടെ മെക്കിനെ കാണിക്കുകയാണെങ്കിൽ അവനൊരു ഗുഹയിലാണ് ഉള്ളത്. ആരും അറിയാതെ കുറേയധികം സോംബികൾ ഒരു ഗുഹയിൽ വന്ന് ഒളിച്ചിരിപ്പുണ്ട്. ഈ ഗുഹയ്ക്കുള്ളിൽ സൂര്യപ്രകാശമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ രാത്രി ഏതാ പകൽ ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ അവൻ ആ ഗുഹയ്ക്കകത്തിരുന്ന് വിഷമിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവന്റെ അമ്മയുടെ അച്ഛന്റെ ഫോട്ടോ നോക്കിയിട്ടാണ് അവൻ വിഷമിക്കുന്നത്. അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു സോംബി കൂടെ തൊട്ടടുത്തിരുന്ന് വിഷമിക്കുന്നുണ്ട്. കാരണം എങ്ങനെ അവൻ ഇഷ്ടപ്പെട്ട ആൾക്കാരോടത്ത് പോവും ഈ ഒരു കോലവും വെച്ചിട്ട്. അങ്ങനെ ആ ഒരു സോംബി വിഷമിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി പോവാണ്. പിന്നാലെ തന്നെ നമ്മുടെ മെക്കും ഇറങ്ങി ചെല്ലും. ഇപ്പൊ ആ വിഷമിച്ചിറങ്ങിപ്പോയ സോംബി ആണെങ്കിൽ ഒരു തോട്ടിന്റെ കര അങ്ങനെ പോയി നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന നേരത്ത് അവൻ ഇഷ്ടപ്പെട്ട അവന്റെ അമ്മേനെ അവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അമ്മ അവനോട് സംസാരിക്കുന്നത് പോലെ. ഇത് കാണുന്ന ആ സോംബിക്ക് ഒരുപാട് വിഷമായിട്ട് അവ സ്വന്തമായിട്ട് വായുവിൽ ലയിച്ചു പോവാണ്. അതായത് ഒരുപാടധികം കുറ്റബോധം വന്നാൽ അവന് സ്വന്തമായിട്ട് മരണപ്പെടാനായിട്ട് പറ്റും. അങ്ങനെ അവൻ വെറും ചാരമായിട്ട് പോവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മെക്ക് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. മെക്കും ആകെ കിള്ളി പാറി അവിടെ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ വേറെ കുറെ സോംബികളെ കാണിക്കുകയാണെങ്കിൽ അവന്മാർക്ക് എല്ലാവർക്കും സ്വബോധം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മനുഷ്യരെ കൊല്ലാൻ നിൽക്കാതെ പകരം ഏതോ ഒരു കാട്ടുപോത്തിനെ വേട്ടയാടി അതിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മാംസമൊന്നും തിന്നിട്ട് അവന്മാർക്ക് തികയുന്നില്ല. മനുഷ്യ ഇറച്ചി തന്നെ തിന്നാനായിട്ട് തോന്നുകയാണ്. അതിലൊരു സോംബി ആണെങ്കിൽ എനിക്ക് മനുഷ്യ ഇറച്ചി വേണമെന്ന് പറഞ്ഞിട്ട് യവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോവാണ്. ഇതേ നേരം ജപ്പാനീസ് പട്ടാളക്കാരെ കാണിക്കുകയാണെങ്കിൽ ആ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അങ്ങേര് കുറെ അധികം പട്ടാളക്കാരെയും കൊണ്ടുവന്നിട്ട് ഒരു കാട്ടിൽ വരുന്നുണ്ട്. പല സ്ഥലത്തായിട്ട് കയറി ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ക്യാപ്റ്റൻ തന്റെ കത്തി എടുത്തിട്ട് അങ്ങേരുടെ കൈ തന്നെ വെട്ടി മുറിക്കുകയാണ്. ഈ വെട്ടി മുറിച്ചതും ചോര വരുന്നുണ്ട്. അപ്പൊ എന്താ, ചോരയുടെ മണം അടിക്കും. ഈ മണം അതുവഴി പോയി ആ സോംബിക്ക് കിട്ടുന്നുണ്ട്. ഏത് സോംബിയാണെന്ന് മനസ്സിലായോ? എനിക്ക് മനുഷ്യ ഇറച്ചി വേണമെന്ന് പറഞ്ഞു പോയില്ലേ ഒരു സോംബി, ആ സോംബി തന്നെ. ഇപ്പൊ മനുഷ്യനെ കഴിക്കാനായിട്ട് അത് ഈ ഒരു മണം ഫോളോ ചെയ്തു ചെല്ലും. അങ്ങനെ ഫോളോ ചെയ്ത് ക്യാപ്റ്റനെ കണ്ടുപിടിക്കുന്നുണ്ട്. ക്യാപ്റ്റനെ കാണുമ്പോൾ ക്യാപ്റ്റനെ കഴിക്കാനായിട്ട് അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നാൽ ക്യാപ്റ്റൻ ഒരു പേടിയും കൂടാതെ
കാണാതെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കും പിന്നിലുള്ള ബാക്കിയുള്ള പട്ടാളക്കാര് ആ ഒരു സോംബിക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത്. അതും വലിയൊരു സാധനമാണ്. അത് അവന്റെ നെഞ്ചും തുളച്ച് അപ്പുറത്ത് പോകുന്നുണ്ട്. ഈ ഒരു സോംബിനെ എല്ലാ ആൾക്കാരും കൂടെ ട്രാപ്പ് ചെയ്തതാണ്. പക്ഷേ ഈ സോംബി അതൊന്നും അറിയാതെ വന്ന് പെട്ടും പോയി. പിന്നീട് ആ സോംബിനെ അവന്മാരെല്ലാരും കൂടെ പിടിച്ചൊരു കൂട്ടിലിട്ട് പൂട്ടുന്നുണ്ട്. ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനെ ടോർച്ചർ ചെയ്യാണ്. അതിന്റെ ദേഹത്ത് ചൂടുവെള്ളം കോരി ഒഴിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചു നേരത്തേക്ക് അത് വേദനിച്ച് മാറി നിൽക്കുമെങ്കിലും വീണ്ടും അത് കടിക്കാനായിട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഒരു തായ്ലൻഡിലെ ഡോക്ടർ അവിടെ നിൽപ്പുണ്ട്. അങ്ങർക്ക് സോംബി വൈറസിനെയൊക്കെ പറ്റി കുറച്ചൊക്കെ അറിയാം. പക്ഷെ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണമെന്ന് കറക്റ്റ് അറിയത്തില്ല. ഇപ്പൊ ഇവർക്ക് ഇതിനെ കൊന്നല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ തോക്കെടുത്ത് ഇതിനെ ഷൂട്ട് ചെയ്യും. പക്ഷെ എത്ര ഷൂട്ട് ചെയ്തിട്ടും അത് ചാകുന്നില്ല. വീണ്ടും കടിക്കാനായിട്ട് നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ആ സോംബികളുടെ ഗുഹ കാണിക്കുകയാണെങ്കിൽ എല്ലാ സോംബികൾക്കും ബോധമുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. എനിക്ക് പട്ടാളക്കാരനാവണ്ടായിരുന്നു, പകരം ഒരു പാട്ടുകാരനായാൽ മതി, എനിക്കൊരു ഡോക്ടറായാൽ മതിയായിരുന്നു, എനിക്കൊരു പൈലറ്റ് ആയാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന പലതരം ആൾക്കാരുണ്ട്. ഇവരൊന്നും അവരവരുടെ ഇഷ്ടപ്രകാരം വന്ന് പട്ടാളത്തിൽ ചേർന്നതല്ല, ഗതികേട് കൊണ്ട് ചെന്ന് ചേർന്ന് പോയതാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനായി. സോംബികളാണെങ്കിലും അവർക്കും വിഷമവും സങ്കടവും അതുപോലെ തന്നെ ഓരോ ഇമോഷൻസും വരുന്നുണ്ട്. ചെറിയ ബോധമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് പറ്റുന്നത് പോലെ. എന്നാൽ കറക്റ്റായിട്ട് വരുന്നൊന്നുമില്ല. വീണ്ടും ആ ജപ്പാനീസ് പട്ടാളക്കാരെ കാണിക്കുകയാണെങ്കിൽ അവർ ആ സോംബിനെ ടോർച്ചർ ചെയ്ത് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ചേട്ടനും അതുപോലെ തന്നെ ക്യാപ്റ്റനും വരിക. ഇവരെ നോക്കുമ്പോൾ ഈ സോംബിനെ അവർ ടോർച്ചർ ചെയ്യല്ലേ, അതുകൊണ്ട് തന്നെ സോംബിനെ കൊന്നു കളയാനായിട്ട് പറയും. പക്ഷേ ഈ ജപ്പാനീസ് പട്ടാളക്കാരൻ കേൾക്കത്തില്ല. അതായത് ക്യാപ്റ്റൻ കേൾക്കത്തില്ല. ഇതിനെ ടോർച്ചർ ചെയ്യണമെന്ന് തന്നെ പറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരമായിരിക്കും ജപ്പാനീസ് പട്ടാളക്കാരൻ ഒരാളെ പിടിച്ചോണ്ട് വരുന്നത്. ഒരു മനുഷ്യനെ പിടിച്ചോണ്ട് വന്ന് അവിടെ ഇരുത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഈ കൂട്ടിലിട്ടേക്കുന്ന സോംബിയുടെ അച്ഛനാണ്. എന്നിട്ട് ആ സോംബിയുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ അച്ഛന്റെ തലയിൽ കത്തി കുത്തി ഇറക്കി അച്ഛനെ കൊന്നു കളയുന്നുണ്ട്. ഇത് കാണുന്ന സോംബിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. അതിനർത്ഥം അതിനും ബോധമുണ്ട്, അതിനും വിഷമാവുന്നുണ്ട്. അതാണെങ്കിൽ അച്ഛന്റെ അവസ്ഥ കണ്ടിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ അവന്മാരാരും ഒരു ദയ പോലും കാണിക്കുന്നില്ല. ഇത് കണ്ടു നിൽക്കാനായിട്ട് നമ്മുടെ ചേട്ടന് പറ്റുന്നില്ല. കാരണം കൊറിയയിലുള്ള ഒരു മനുഷ്യനെയാണ് ഇവർ കൊന്നത്. നിങ്ങൾ എന്തിനാണോ കൊന്നേന്ന് പറഞ്ഞിട്ട് ജപ്പാനീസ് ക്യാപ്റ്റന്റെ മുഖം നോക്കി ഒറ്റ അടിയാണ് ചേട്ടൻ. പക്ഷെ ക്യാപ്റ്റൻ, അതായത് ചേട്ടന്റെ ക്യാപ്റ്റൻ വന്ന് ചേട്ടനെ പിടിച്ചു മാറ്റുകയാണ്. അതുപോലെ തന്നെ ജപ്പാനീസ് പട്ടാളക്കാരെല്ലാരും കൂടെ കൊറിയക്കാർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ചേട്ടന്റെയും ക്യാപ്റ്റന്റെ എതിരെ തിരിഞ്ഞിട്ടുണ്ട്. മറ്റൊരു തോക്കെടുത്ത് കാണിച്ചാൽ ഇവരും തോക്കെടുത്ത് കാണിക്കൂലേ. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നില്ല. പകരം ചേട്ടനെ ക്യാപ്റ്റൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. നിന്റെ അച്ഛനെ എനിക്ക് രക്ഷിക്കാനായിട്ട് പറ്റിയില്ല, നീങ്കിലും പോയി രക്ഷപ്പെടുന്നു പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഇനി ജോലിക്ക് വരണ്ടെന്നും പറയുന്നുണ്ട്. കാരണം ഈ യുദ്ധത്തിനൊന്നും നിൽക്കണ്ട, ഇത് സാധാരണ മനുഷ്യന്മാര് വിചാരിച്ചാൽ എന്തായാലും ജയിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം സോംബികളുമായിട്ടാണ് ഇവർ പോരാടാനായിട്ട് പോകുന്നത്. ഇപ്പൊ ക്യാപ്റ്റനും പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ക്യാപ്റ്റൻ പോയതും ജപ്പാനീസ് ക്യാപ്റ്റൻ ആണെങ്കിൽ ബാക്കിയുള്ള പട്ടാളക്കാരോട് ആ സോംബിയുടെ നേരെ സൈനൈഡ് തുറന്നു വിടാനായിട്ട് പറയും. അവന്മാരും അതുപോലെ തന്നെ സൈനൈഡ് തുറന്നു വിടുന്നുണ്ട്. പക്ഷെ ആ സോംബി എത്രയെന്ന് പറഞ്ഞാൽ സഹിക്കുക. ആ കൂടെല്ലാം കൂടെ വലിച്ചു പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അത് പൊളിക്കുകയാണ്. അത് പൊളിച്ച് പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. പുറത്തോട്ടിറങ്ങി വന്നിട്ട് ഇവരെ ആക്രമിക്കാനായിട്ടൊന്നും നിൽക്കുന്നില്ല. ചോരയുടെ മണം കിട്ടിയതും സ്വന്തം അച്ഛന്റെ ദേഹം തന്നെ ഇരുന്നത് കഴിക്കുകയാണ്. എപ്പോഴും കറക്റ്റായിട്ട് ബോധം കാണത്തില്ല, ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിൽ ബോധം വരും. അപ്പോഴാണ് അതിന് സങ്കടവും വിഷമവും ഒക്കെ വരുന്നത്. ഇപ്പൊ ഇത് കാണുന്ന ജപ്പാനീസ് പട്ടാളക്കാരന് ചിരിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഡോക്ടറിനോട് ഇതെല്ലാം മണ്ടന്മാരാന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അവന്റെ മുമ്പിൽ വെച്ച് അവന്റെ അച്ഛനെ കൊന്നിട്ട് ഈ ജപ്പാനീസ് പട്ടാളക്കാരൻ ഇത് പറഞ്ഞിട്ട് ചിരിക്കുകയല്ലേ. ഇങ്ങേർക്ക് എന്തായാലും മുമ്പോട്ട് പോകുമ്പോൾ കിട്ടുമായിരിക്കും, നമുക്ക് നോക്കാം. ഇതേ നേരം തന്നെ നേരത്തെ ഒരു പട്ടാളക്കാരൻ മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞിട്ട് ഒരു ഭാര്യയും മോളും വന്നില്ലായിരുന്നോ. അവരാണെങ്കിൽ കുറെ അധികം പൂജാരികളെയൊക്കെ വിളിച്ചിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യാണ്. അതായത് സ്വന്തം ഭർത്താവ് മരണപ്പെട്ടു പോയെന്ന് അറിയാനായിട്ട്. അപ്പൊ ഈ പൂജാരികളെല്ലാം കൂടെ വന്നിട്ട് ഭർത്താവ് മരണപ്പെട്ടു പോയി, യുദ്ധത്തിൽ മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറെ പൂജകൾ ചെയ്യാണ്. അങ്ങനെ ചെയ്ത് തന്റെ ഭർത്താവിന്റെ ആ ഒരു ആത്മാവില്ലേ, അത് പൂജാരിയുടെ ദേഹത്ത് കയറിയതുപോലെ പൂജാരി അഭിനയിക്കും. താഴെ കിടന്ന് പെടയാനായിട്ട് തുടങ്ങും. നമുക്കല്ലേ സത്യം അറിയാവൂ, അവരാരും മരിച്ചിട്ടില്ല, പകരം സോംബികളായി മാറുകയാണ് ചെയ്തതെന്ന്. ഇതേ നേരം തന്നെ നമ്മുടെ ചേട്ടത്തിന്, അതായത് ചേട്ടന്റെ കാമുകിനെ കാണിക്കുകയാണെങ്കിൽ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് സൈക്കിളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സൈക്കിളിന്റെ മുമ്പിലായിട്ടൊരു ലൈറ്റ് ഉണ്ട്, രാത്രി സമയമാണ്. പക്ഷെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയി പോകുന്നത്. അതുകൊണ്ട് ചേട്ടത്തി സൈക്കിൾ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ട് ലൈറ്റിന് എന്താ പറ്റിയെന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് വരുന്നുണ്ട്. കാരണം സൈക്കിൾ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പെട്ടെന്നായിരിക്കും ആ ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവൾ ഒരു കാര്യം കാണുന്നത്. അതായത് ഒരു മനുഷ്യന്റെ പാതി മാത്രം അവളുടെ മുമ്പിൽ മുറിഞ്ഞു വന്ന് വീണേക്കുകയാണ്. ഇത് കണ്ട ആരായിരുന്നാലും പേടിച്ചു പോകത്തില്ലേ. അവള് പേടിച്ച് നിലവിളിക്കാനായിട്ട് തുടങ്ങും. ഇതേ നേരം തന്നെ കുറെ ആൾക്കാർ അവിടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അവരുടെ മുമ്പിലോട്ട് കുറെ അധികം സോംബികൾ വന്നിട്ട് അവരെല്ലാം ആക്രമിക്കാനായിട്ട് തുടങ്ങും. ആക്രമിച്ച് കടിച്ചു കീറി എല്ലാത്തിനെയും കൊല്ലുകയാണ്. എന്നാൽ ഭാര്യയ്ക്കും മോൾക്കും ഒന്നും പറ്റുന്നില്ല. ഇതെല്ലാം കണ്ട് പേടിച്ച് അവരങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവളുടെ ഭർത്താവിനെയും അവൾ കാണുന്നുണ്ട്. പക്ഷെ ഭർത്താവിന്റെ രൂപം എല്ലാം മാറി അവനൊരു സോംബിയെ പോലെയാണ് പെരുമാറുന്നത്. ഇതേ നേരം തന്നെ മെക്കിന്റെ അമ്മയെ കാണിക്കുകയാണെങ്കിൽ അമ്മ രണ്ട് മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഒരു ജനലുണ്ട്. ആ ജനൽ വഴി നോക്കുമ്പോൾ ദൂരനായിട്ടൊരു സോംബി ഇവരുടെ വീട്ടിന് നേരെ നടന്നു വരുന്നുണ്ട്. പക്ഷെ അമ്മ ഇത് കാണുന്നില്ല. പതിയെ ജനൽ അടച്ചിട്ട് പുറത്തോട്ടിറങ്ങി വന്നങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് നല്ല വിഷമമുണ്ട്. സ്വന്തം ഭർത്താവ് ഒരു യുദ്ധത്തിലാണ് മരണപ്പെട്ടു പോയത്. ഇപ്പൊ രണ്ട് മക്കൾ യുദ്ധത്തിന് പോയി
ചോദിക്കുകയാണ്, ഇളയ മോന്റെ യാതൊരു വിവരവും ഇല്ല, അതുപോലെ മൂത്ത മോന്റെ വലിയ വിവരമൊന്നുമില്ല, എന്നാലും മൂത്ത മോൻ ജീവനോടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം. പക്ഷെ എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. ഇപ്പൊ അമ്മ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുമ്പോഴായിരിക്കും ചേട്ടൻ അങ്ങോട്ട് വരുന്നത്. ചേട്ടൻ വരുമ്പോ അമ്മ അനിയൻ എവിടെ പോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ചേട്ടനാണെങ്കിൽ അനിയനെ കാണാത്ത കാര്യമൊന്നും പറയുന്നില്ല. പകരം അനിയൻ ഇവിടെ നോടി രക്ഷപ്പെട്ടു പോയി എവിടെ പോയി സുഖമായിട്ട് ജീവിക്കുകയാണെന്ന് കള്ളം പറയുന്നുണ്ട്. അവനും അറിയത്തില്ല അനിയൻ എന്താ പറ്റിയെന്ന്. പക്ഷെ അമ്മേനെ സമാധാനപ്പെടുത്തുന്നുണ്ട്, അനിയൻ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ മെക്കാണെങ്കിൽ താഴെ ഇരിപ്പുണ്ട്. മെക്കിന് ആകെ സങ്കടമാവുന്നുണ്ട്. അവൻ അവിടെ ഇരുന്ന് കരയുകയാണ്. അവൻ ഈ ഒരു കോലത്തില് അവന്റെ കുടുംബത്തിന്റെ മുമ്പിൽ പോകാനായിട്ട് പറ്റുമോ? ഇല്ല. ഇവരിത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ചേട്ടത്തി ഓടി വരുന്നത്. അതായത് ചേട്ടന്റെ കാമുകി ഓടി വന്ന് പേടിച്ചിട്ട് അവള് കണ്ട കാര്യങ്ങളൊക്കെ പറയും. പെട്ടെന്ന് തന്നെ ചേട്ടനാണെങ്കിൽ അകത്ത് പോയിട്ട് ഒരു തോക്ക് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ തോക്ക് കൊണ്ടൊന്ന് അമ്മയുടെ കൊടുക്കുകയാണ്. എന്നിട്ട് എന്തേലും ജീവിനെ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ അനങ്ങുന്ന എന്തേലും ഒന്നിനെ കാണുവാണെങ്കിൽ അതിപ്പോ മനുഷ്യനാണെങ്കിൽ പോലും ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവനാണെങ്കിൽ കാട്ടിലോട്ട് പോകുന്നുണ്ട് ഒരു ചെറിയ തോക്കും എടുത്തിട്ട്. ഇതേ നേരം തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു അമ്മയും മോളും ഇല്ലേ, അവർ രണ്ടുപേരുടെ കാട്ടിലൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പിന്നാലെ തന്നെ ആ ഒരു സ്ത്രീയുടെ ഭർത്താവും ഉണ്ട്. പക്ഷെ ഭർത്താവ് ഒരു സോംബിയാണ് കേട്ടോ. ആ സോംബിക്ക് കുറച്ചധികം ബോധമുണ്ട്. അത് വന്നിട്ട് നിൽക്കുന്ന വിളിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയും മോളും കൂടെ നിൽക്കുകയാണ്. എന്നാൽ ഭാര്യയ്ക്ക് അവന്റെ രൂപം കണ്ട് പേടിയാവുന്നുണ്ടെങ്കിലും മോള് ഭാര്യയുടെയും അതുപോലെ തന്നെ ഭർത്താവിന്റെയും നടുക്ക് അങ്ങനെ നിൽക്കുകയാണ്. അച്ഛനാണെങ്കിലും മോളെ അങ്ങനെ വിളിക്കുന്നുണ്ട്, വാ മോളെ എന്റെ അടുത്ത് വാ, എനിക്കൊന്ന് കെട്ടിപ്പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ മോൾക്ക് പേടിയാണെങ്കിലും അച്ഛന്റെ അടുത്തോട്ട് ചെല്ലും. അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛാ നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കരയാനായിട്ട് തുടങ്ങും. ഈ ഒരു സോംബിക്ക് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതങ്ങനെ അലറി വിളിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടായിരിക്കും ക്യാപ്റ്റനും അതുപോലെ തന്നെ ക്യാപ്റ്റന്റെ കൂടെ ഉള്ള ഒരു പട്ടാളക്കാരനോട് അങ്ങോട്ട് വരുന്നത്. എന്നാൽ ഇവര് ആ ഒരു സോംബിനെ ഷൂട്ട് ചെയ്യുന്നില്ല. അതിന് ബോധമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ അങ്ങോട്ട് ജപ്പാനീസ് പട്ടാളക്കാർ വരും. അവര് വന്നത് കണ്ടതും അമ്മയാണെങ്കിൽ മോളെ വിളിക്കുകയാണ്. അമ്മയും മോളും കൂടെ അവിടെ നോടാനായിട്ട് തുടങ്ങും. എന്നാൽ ആ ഒരു ജപ്പാനീസ് പട്ടാളക്കാര് ആ ഒരു സോംബിക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അതും ആ ഒരു വലിയ സാധനം ഇല്ലേ, അതാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ആ സോംബിയുടെ ദേഹത്ത് കൊള്ളുന്നില്ല. പകരം ഈ ഒരു സാധനം ഓടിക്കൊണ്ടിരുന്ന അമ്മയുടെയും മോളുടെയും മുതുകത്തൂടെ തളച്ചിട്ട് അപ്പുറത്തെ മരത്തിൽ പോയി കുത്തി നിൽക്കുകയാണ്. പക്ഷെ ആ സോംബിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഇത് കാണുന്ന സോംബി തകർന്നു പോകത്തില്ലേ, അതുപോലെ തന്നെ ആ അമ്മയും മോളും മരിച്ചു പോയിട്ടുണ്ട്. അന്നേരമായിരിക്കും കുറെ അധികം സോംബികളോട് അങ്ങോട്ട് വരുന്നത്. ഇത് കാണുന്ന ഈ അച്ഛൻ സോംബി, അതായത് ഈ ഭാര്യയും മോളും മരണപ്പെട്ടു പോയില്ലേ, അവരുടെ അച്ഛനും ഭർത്താവുമായിട്ടുള്ള ഈ സോംബി ആണെങ്കിൽ എണീറ്റിട്ട് ബാക്കിയുള്ള ജപ്പാനീസ് പട്ടാളക്കാരുമായിട്ട് പോരാടാനായിട്ട് തുടങ്ങും. ബാക്കിയുള്ള നമ്മുടെ സോംബി പിള്ളേരും ഉണ്ടല്ലോ, അവരും പോരാടാനായിട്ട് തുടങ്ങും. ഇതിന്റെ ഇടയിലോട്ട് നമ്മുടെ ക്യാപ്റ്റനും അതുപോലെ തന്നെ ക്യാപ്റ്റന്റെ കൂടെയുള്ള പട്ടാളക്കാരനോട് ഇറങ്ങിയിട്ട് ഈ ജപ്പാനീസ് പട്ടാളക്കാരെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. കാരണം ഇവർക്ക് മനസ്സിലായി ഈ സോംബികളൊന്നും ദുഷ്ടന്മാരല്ല, ഇതെല്ലാം ഇവരുടെ ആൾക്കാരാണ്. ജപ്പാനിൽ നിന്ന് വന്ന വൈറസ് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പൊ ജപ്പാന്റെ ആൾക്കാരിലാണല്ലോ പ്രശ്നം. എന്നാൽ ഈ ജപ്പാനീസ് പട്ടാളക്കാരാണെങ്കിൽ ക്യാപ്റ്റനെയും അതുപോലെ തന്നെ കൂടെയുള്ള പട്ടാളക്കാരനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ്. അതുമല്ല അധിക നേരമൊന്നും ജപ്പാനീസ് പട്ടാളക്കാർക്ക് ഈ സോംബികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സോംബികളെ കണ്ട് പേടിച്ചിട്ട് അവന്മാർ അവിടെ നോടി മാറിപ്പോവും. ഇതേ നേരം നമ്മുടെ മെക്കാണെങ്കിൽ ക്യാപ്റ്റൻ വെടിയേറ്റ് കിടക്കുന്നത് കണ്ടിട്ട് ക്യാപ്റ്റന്റെ അടുത്ത് ചെന്നിരുന്ന് ക്യാപ്റ്റനെ എണീപ്പിക്കാനായിട്ട് നോക്കും. എനിക്ക് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ട് എണീപ്പിക്കാനായിട്ട് നോക്കും. പക്ഷേ ക്യാപ്റ്റൻ മരണപ്പെട്ടു പോയില്ലേ. എന്നാൽ ഇതും കണ്ടുകൊണ്ടായിരിക്കും ചേട്ടൻ അങ്ങോട്ട് വരുന്നത്. ചേട്ടൻ വന്ന സമയത്ത് ബാക്കിയുള്ള ജപ്പാനീസ് പട്ടാളക്കാരോ അങ്ങനെ ആരുമില്ല. ചേട്ടൻ എന്താ വിചാരിക്കുക, മെക്കാണ് ഈ ഒരു ക്യാപ്റ്റനെ ആക്രമിച്ച് കൊന്നേന്നാണ്. അതുകൊണ്ട് തന്നെ മെക്കിന് നേരെ ഷൂട്ട് ചെയ്യും. ഇത് കണ്ട് പേടിച്ചിട്ട് മെക്കാണെങ്കിൽ ചേട്ടനെ ഉപദ്രവിക്കാനായിട്ടൊന്നും നിൽക്കുന്നില്ല. പകരം അവിടെ നിന്ന് നടന്ന് മാറിപ്പോകുന്ന നേരത്ത് വീണ്ടും മെക്കിന് നേരെ ഷൂട്ട് ചെയ്യും. അങ്ങനെ ഷൂട്ട് ചെയ്ത് താഴെ ഒരു കൊക്ക ഉണ്ടായിരുന്നു. ആ കൊക്കയിലോട്ട് മെക്ക് ചെന്ന് മറിഞ്ഞു വീഴുകയാണ്. ഇതോടെ ആയതും ചേട്ടൻ അവിടെ നിന്ന് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. വേണമെന്ന് വെച്ച് കൊന്നതല്ല, അനിയൻ സോംബി ആയതുകൊണ്ടാണ് അവനെ കൊന്നത്. പക്ഷെ പെട്ടെന്നായിരിക്കും കൊക്കയിൽ പോയ ആ അനിയൻ, അതായത് മെക്ക് മുകളിലോട്ട് പറന്ന് കയറി വരുന്നത്. പിന്നീട് കുറെ അധികം നിലവിളിയാണ് കേൾക്കുന്നത്. അതായത് ചേട്ടന്റെ നിലവിളിയാണ് കേൾക്കുന്നത്. അതിനർത്ഥം മെക്ക് ചേട്ടൻ എന്തോ ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ ചേട്ടൻ കണ്ണ് തുറക്കുന്നുണ്ട്. ആ കാട്ടിലാണ് കണ്ണ് തുറക്കുന്നത്. എന്നാൽ അത് സാധാരണ ചേട്ടനല്ല, അതൊരു സോംബിയായി മാറിയിട്ടുണ്ട്. അതങ്ങനെ എണീറ്റ് നിൽക്കാനായിട്ട് തുടങ്ങും. അതിനർത്ഥം കഴിഞ്ഞ രാത്രി നമ്മുടെ മെക്ക് ചേട്ടനെ കടിച്ചിട്ടുണ്ട്. ഈ സോംബി വൈറസ് കടിയിലൂടെയും ബാധിക്കപ്പെടുന്നുണ്ട്. ഇതേ നേരം തന്നെ കുറെ അധികം ജപ്പാനീസ് പട്ടാളക്കാരാണെങ്കിൽ മെക്കിന്റെ അമ്മേനെയും അതുപോലെ തന്നെ ചേട്ടത്തിനെയും കൂടെ വിളിച്ചിട്ട് കൊണ്ടുപോവാണ്. അതായത് കഴിഞ്ഞ രാത്രി ഈ പിള്ളേരൊക്കെ ഇല്ലേ, പിള്ളേർ സോൾജർ, അവരുടെ കുടുംബത്തിനെയാണ് ഇവർ വിളിച്ചുകൊണ്ട് പോകുന്നത്. വിളിച്ചൊരു ഓഫീസിൽ കൊണ്ടുവരുന്നുണ്ട്. അവിടെ കൊണ്ടുവന്നിട്ട് ഈ പട്ടാളക്കാരുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. പട്ടാളത്തിലുള്ള പിള്ളേരില്ലേ, അതിൽ മരണപ്പെട്ടു പോയ ഓരോ പിള്ളേരുടെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടേതായ ഫാമിലികൾ അങ്ങനെ കരയാനായിട്ട് തുടങ്ങുകയാണ്. സ്വന്തം മക്കൾ മരണപ്പെട്ടു പോയെന്ന് അറിഞ്ഞപ്പോഴേ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മെക്കിന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ചേട്ടത്തിയും അതുപോലെ തന്നെ അമ്മയും കൂടെ ഒരുമിച്ച് കരയാനായിട്ട് തുടങ്ങും. നിലവിളിച്ച് കരയാനായിട്ട് തുടങ്ങും. അവരുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനാണ് മരണപ്പെട്ടു പോയിരിക്കുന്നത്. ഇതേ നേരം തന്നെ ജപ്പാനീസ് പട്ടാളക്കാരൻ ഒരു കൊറിയൻ പട്ടാളക്കാരനെ അടുത്തോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഈ ഫാമിലി എല്ലാത്തിനെയും കൊന്നു കളയാനായിട്ട് പറയുന്നുണ്ട്. കാരണം ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് ഇവരൊക്കെ സോംബി ഉണ്ടെന്ന് എങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിലുള്ള എല്ലാ കൊറിയക്കാരെയും കൊന്നു കളയാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആ കൊറിയക്കാരൻ ഇത് പറ്റത്തില്ലെന്നാണ് പറയുന്നത്.
പറയുന്നത്. അതുകൊണ്ട് തന്നെ ജപ്പാനീസ് പട്ടാളക്കാര് അങ്ങനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവാണ്. നിനക്ക് പറ്റത്തില്ലെങ്കിൽ നിനക്കുള്ള ശിക്ഷ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം തന്നെ ചേട്ടനെ കാണിക്കുകയാണെങ്കിൽ ചേട്ടൻ എങ്ങനെയൊക്കെ നടന്ന് ആ സോംബികളുള്ള ഗുഹയിൽ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് അങ്ങനെ നിലവിളിക്കുകയാണ്. കട്ട് ചെയ്താൽ മെക്കിനെ കാണിക്കുകയാണ്. മെക്ക് ഇപ്പൊ ആ ഒരു ഗുഹയിലൂടെ അങ്ങനെ നടക്കാണ്. നടന്നു പോകുമ്പോൾ കുറെ അധികം സോംബികൾ ഒരു മനുഷ്യ ശരീരം ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇത് കാണുന്ന മെക്കിന് ദേഷ്യം വരും. നിന്നോടൊക്കെ ഇല്ലടാ മനുഷ്യ ശരീരം കഴിക്കില്ലെന്ന് പറഞ്ഞത്, അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ സോംബികൾക്ക് ദേഷ്യം വന്നിട്ട് മെക്കിനെ ആക്രമിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടക്കുമ്പോഴായിരിക്കും ചേട്ടൻ അങ്ങോട്ട് വരുന്നത്. ചേട്ടൻ വന്നിട്ട് മെക്കിനെ ആക്രമിക്കുന്ന എല്ലാ സോംബികളെയും പിടിച്ചു മാറ്റാണ്. എന്നിട്ട് എല്ലാവരോടും കൂടെ പറയും, നിങ്ങൾ തമ്മിൽ കിടന്ന് അടി കൂടിയിട്ട് കാര്യമില്ല. നമുക്ക് ഈ ഒരു ഗതി വരുത്തിയത് നമ്മുടെ ഗവൺമെന്റ് ആണ്, ഈ പട്ടാളക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നമ്മൾ പോരാടണം. അതുകൊണ്ട് തമ്മിൽ പോരാടല്, അവർക്കെതിരെ വേണം പോരാടാനെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇവരുടെ ഒരു ലീഡറായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാരും കൂടെ ആ ഒരു പട്ടാളക്കാരെ ആക്രമിക്കാനായിട്ട് ഗുഹയിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഇതേ നേരം തന്നെ ഇവർക്ക് ഫാമിലി ഉണ്ടല്ലോ, ആ ഫാമിലി ജപ്പാനീസ് പട്ടാളക്കാർ കാട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ കുറച്ച് ആൾക്കാര്, അതായത് അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാർ കാട്ടിലൂടെ അങ്ങനെ പോവാണ്. ഇവരുടെ കൂടെ തന്നെ വേറെ കുറെ പട്ടാളക്കാരും ഉണ്ട്. ഇതേ നേരം തന്നെ ജപ്പാനീസ് പട്ടാളക്കാരാണെങ്കിൽ പ്ലാൻ ഇട്ടിട്ട് ഒരു സൈഡിൽ അങ്ങനെ നിപ്പുണ്ട്, തോക്കൊക്കെ പിടിച്ചിട്ട്. ഈ ജപ്പാനീസ് പട്ടാളക്കാരുടെ പ്ലാൻ മറ്റൊന്നുമല്ല, ഈ ഫാമിലിനെ കൊന്നു കളയാനായിട്ടാണ്. അങ്ങനെ ഫാമിലി ഒരു സ്ഥലത്ത് വരുമ്പോൾ എല്ലാ ആൾക്കാരെയും ഓരോന്നായിട്ട് ഷൂട്ട് ചെയ്ത് താഴെ വീഴ്ത്തുന്നുണ്ട്. ആര്? ജപ്പാനീസ് പട്ടാളക്കാര്. അതിൽ തന്നെ നമ്മുടെ അമ്മയും അതുപോലെ തന്നെ കാമുകിയുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നേരത്തെ ഗുഹയിൽ നിന്ന് ഇറങ്ങിയ എല്ലാ സോംബികളും അവിടെ നിപ്പുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മെക്കും അതുപോലെ തന്നെ ചേട്ടനും ഉണ്ട്. അവർക്ക് ഇത് കാണുമ്പോൾ സഹിക്കാനായിട്ട് പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഓടി ഈ ഒരു ഫാമിലിയുടെ ഇടയിലോട്ട് ഇറങ്ങാണ്. എല്ലാ ആൾക്കാരും താഴെ കിടക്കുമല്ലേ, അവരുടേതായ ആൾക്കാരെ അവർ കയ്യിലെടുത്ത് അങ്ങനെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മരണം ഇവർക്ക് തടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ചേട്ടൻ അനിയനോട്, അതായത് മെക്കിനോട് പറയുന്നുണ്ട്, അമ്മേനെ കടിയടാ, അമ്മേനെ കടിക്കുകയാണെങ്കിൽ അമ്മ സോംബിയായിട്ട് മാറും, അമ്മ മരണപ്പെടത്തില്ല എന്ന്. പക്ഷെ മെക്കിനെ കൊണ്ട് കഴിയുന്നില്ല. ചേട്ടനാണെങ്കിൽ ഈ സമയം കൊണ്ട് ചേട്ടത്തിനെ കടിച്ചു കഴിഞ്ഞു. അധികം താമസിക്കാതെ തന്നെ അവൾ ഒരു സോംബിയായിട്ട് മാറും. ഇപ്പൊ ഈ സോംബികൾക്ക് ഇവിടെ നിന്ന് അനങ്ങാനായിട്ടും പറ്റുന്നില്ല. കാരണം വേണ്ടപ്പെട്ട ആൾക്കാരാണ് വെടികൊണ്ട് താഴെ കിടക്കുന്നത്. അവരെ വിട്ടു പോവാതെ അവരെല്ലാരും കൂടെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നായിരിക്കും ഒരു കമ്പി വന്ന്, അതായത് 4 സൈഡിലും കമ്പി വന്ന് ഇവരെ പൊതിയ. അതൊരു ട്രാപ്പായിരുന്നു. ഈ സോംബികളെ പിടിക്കാൻ വേണ്ടിയിട്ട് പട്ടാളക്കാർ ഒരുക്കിയ വെറും ട്രാപ്പ് മാത്രമായിരുന്നു. എല്ലാ സോംബികളും അതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. എല്ലാ സോംബികളൂടെ പുറത്തിറങ്ങാനായിട്ട് ആ ഒരു സാധനം തകർക്കാനായിട്ട് നോക്കുമെങ്കിലും അവരെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പൊ ഈ സോംബികളെ പൂട്ടിയിടാനായിട്ട് അങ്ങോട്ടൊരു സോൾജർ വരുന്നുണ്ട്. ഈ സോൾജർ മറ്റാരുമല്ല, ജപ്പാൻ ക്യാപ്റ്റൻ ഇല്ലേ, അങ്ങേരുടെ മോനാണ്. ആ മോൻ ഒരു പൂട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു കൂട് പൂട്ടാനായിട്ട് നോക്കും. എന്നാൽ അതിലൊരു സോംബി ഈ മോന്റെ കയ്യിൽ കടിക്കുകയാണ്. അതിനർത്ഥം എന്താ, ഈ മോനും താമസിയാതെ തന്നെ ഒരു സോംബിയായിട്ട് മാറും. വിചാരിച്ചതുപോലെ തന്നെ മോനും അധികം വൈകാതെ ഒരു സോംബിയായിട്ട് മാറുകയാണ്. അച്ഛനെ ആക്രമിക്കാനായിട്ട് ചെല്ലും, അതായത് ജപ്പാൻ പട്ടാളക്കാരനെ, ക്യാപ്റ്റനില്ലേ, അങ്ങനെ ആക്രമിക്കാൻ ചെന്നതും അങ്ങനെ മോനാന്ന് പോലും മറന്നിട്ട് കത്തിയെടുത്ത് മോന്റെ കഴുത്ത് വെട്ടിക്കളയാണ്. അവിടെ വെച്ച് തന്നെ കൊന്നു കളയുന്നുണ്ട്. എന്നാലും അങ്ങർക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ ഉള്ളില്. ബാക്കിയുള്ള ആൾക്കാര് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കുടുംബത്തിനെ കൊല്ലുമ്പോൾ ഇങ്ങർക്ക് വിഷമമില്ലെങ്കിലും സ്വന്തം മോനെ കൊന്നപ്പോൾ ഒന്ന് നൊന്ത് കേട്ടോ. ഇപ്പൊ ആ കൂട്ടിൽ പിടിച്ചിട്ടേക്കുന്ന സോംബികളൊക്കെ ഇത് കാണുന്നുണ്ട്. അവർക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട് ഈ പട്ടാളക്കാരോട്. അതുകൊണ്ട് തന്നെ കൂടൊക്കെ തകർത്തിട്ട് അവർ പുറത്തോട്ടിറങ്ങി വരികയാണ്. ജപ്പാൻ പട്ടാളക്കാരെ ആക്രമിക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുന്ന ജപ്പാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരു ബോംബ് എടുത്ത് ഈ സോംബികൾക്ക് നേരെ എറിയുന്നുണ്ട്. ആ ബോംബ് ചെന്നും പതിച്ചതും കുറെ അധികം സോംബികൾ ചത്തു പോകുന്നുണ്ട്. ഈ നേരം കൊണ്ട് ജപ്പാൻ പട്ടാളക്കാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. അന്ന് രാത്രിയാവുമ്പോൾ എല്ലാ സോംബികളും ഒത്തുകൂടിയിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചേട്ടത്തി ഉണ്ട് കേട്ടോ. ചേട്ടത്തി ഒരു സോംബിയായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെയെല്ലാം ഒരു ബോധവും ഇല്ലാതെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇതേ നേരം മെക്കാണെങ്കിൽ ചേട്ടനെ വിളിച്ച് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്തിനാ നീ ചേട്ടത്തിനെ ഈ ഒരു ഗതി വരുത്തി കൊടുത്തത്? അവര് മരിക്കുന്നതായിരുന്നു നല്ലത്. ഇത് വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ വരുത്തിയതല്ല ഇതെല്ലാം, ഇത് പട്ടാളക്കാര് നമുക്ക് തന്ന ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്കെതിരെ പോരാടണം, നമുക്ക് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അവരെ നമ്മളെ പോലെ ആക്കണമെന്ന് പറഞ്ഞിട്ട് ചേട്ടനാണെങ്കിൽ എല്ലാ സോംബികളുടെ ഇടയിലും കയറി നിന്നിട്ട് ഒരു പ്രസംഗം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലിനെ അവര് നമ്മുടെ മുമ്പിൽ വെച്ച് കൊന്നു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു പട്ടാളക്കാരെയും എല്ലാരെയും നമ്മളെ പോലെ ആക്കണം, ഈ വേദന എന്താണെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ അവരെ സോംബിയായിട്ട് മാറ്റണമെന്ന് പറഞ്ഞിട്ട് എല്ലാ സോംബികൾക്കും ഒരു പ്രസംഗം കൊടുക്കുകയാണ്. പക്ഷെ മെക്ക് പറയും, എന്തിനു ബാക്കിയുള്ള ആൾക്കാരെ നമ്മളെ പോലെ ആക്കണം, നമ്മളെ ഉപദ്രവിച്ചവരെ മാത്രം നമുക്ക് ആക്കിയാ പോരെ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ പറയും, അതുപോരാ, എല്ലാ ആൾക്കാരെയും സോംബികളാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചേർക്കണം, എന്നാലേ ജപ്പാൻ പട്ടാളക്കാർക്കെതിരെ പോരാടാനായിട്ട് പറ്റൂ. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരെയും സോംബികളായിട്ട് മാറ്റണമെന്നാണ് ചേട്ടൻ പറയുന്നത്. അതായത് ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട മനുഷ്യരെ വരെ സോംബി ആക്കണമെന്നാണ് ചേട്ടൻ പറയുന്നത്. എന്നാൽ മെക്ക് ഇതിന് സമ്മതിക്കുന്നില്ല. അതുപോലെ വേറൊരു പട്ടാളക്കാരൻ കൂടെ ഉണ്ട്. അങ്ങേർക്കും ഇത് തെറ്റാണെന്ന് തോന്നിയിട്ട് പറ്റത്തില്ല എന്ന് പറയും. പക്ഷെ ചേട്ടന് ദേഷ്യം വന്നിട്ട് ആ ഒരു പട്ടാളക്കാരനെ കൊല്ലാനായിട്ട് വാളും എടുത്ത് ചെല്ലും. എന്നിട്ട് ആ പട്ടാളക്കാരന് നേരെ വാളെടുത്ത് വീശുകയാണ്. പെട്ടെന്നായിരിക്കും ചേട്ടത്തി വന്ന് മുമ്പിൽ നിൽക്കുന്നത്. ചേട്ടത്തിയുടെ കഴുത്ത് തന്നെ അറ്റുപോയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ചേട്ടത്തിക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് വന്ന് നിന്നതാണ് മരണപ്പെടാനായിട്ട്. അതുപോലെ അവർ മരണപ്പെട്ടിട്ടുണ്ട്. ഇതൂടാകുമ്പോൾ ചേട്ടന് ദേഷ്യം വന്നിട്ട് ആ പട്ടാളക്കാരനെ ഒറ്റ വെട്ടാണ്. ആ വെട്ടിൽ തന്നെ അവർ രണ്ടായിട്ട് മുറിഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ട് എല്ലാ സോംബികളെയും വിളിച്ചിട്ട് അവിടെ നിന്ന് നടക്കാനായിട്ട് തുടങ്ങും. ജപ്പാൻ പട്ടാളക്കാർക്ക്
അവർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട്. എന്നാൽ മെക്കാണെങ്കിൽ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അവന്മാരുടെ പിന്നാലെ ചെല്ലുമെങ്കിലും ആ സോംബികളെല്ലാം കൂടെ അവനെ പിടിച്ചു വെക്കുകയാണ്. ഇപ്പൊ ആ ചേട്ടന് പഴയതുപോലെ സ്നേഹമൊന്നുമില്ല. അവൻ എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്താൽ മാത്രം മതി. ഇതിനുശേഷം കാണിക്കുന്നത് ആ ഒരു ഡോക്ടറിനെയാണ്. തായ്ലൻഡ് ഡോക്ടറിലെ അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് എന്തോ പ്രാർത്ഥനയൊക്കെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ജപ്പാൻ ക്യാപ്റ്റൻ ഇല്ലേ, അങ്ങനെ പിന്നാലെ വന്നിട്ട് ഇങ്ങരുടെ തലയിൽ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. എന്തിനാണെന്നല്ലേ, ആ ഡോക്ടറിനെ കൊന്നു കഴിഞ്ഞിട്ട് അവിടെ എല്ലാം പരിശോധിച്ച് ഡോക്ടറിന്റെ ഒരു ബുക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ വൈറസിനെ പറ്റി ഡോക്ടർ പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വൈറസിനെ കൊല്ലണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് ബാധിച്ച ആൾക്കാരെ കൊല്ലണമെങ്കിൽ അവർക്ക് നേരെ തീ കത്തിച്ചെറിഞ്ഞാൽ മാത്രം മതി. അവരുടെ ദേഹം പെട്ടെന്ന് തന്നെ കത്തുമെന്നാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. ജപ്പാൻ ക്യാപ്റ്റന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ചെയ്യാൻ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മുടെ മെക്കാണെങ്കിൽ ആ കാട്ടിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അവന് ജീവിച്ച് മതിയായി. അതുകൊണ്ട് തന്നെ അവൻ ചാരമായിട്ട് മാറാനായിട്ട് പോവാണ്. അവന്റെ ചേട്ടത്തിന്, അതുപോലെ തന്നെ അമ്മേനെ, അച്ഛന്, എല്ലാരെയും അവന് മുമ്പിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവനാണെങ്കിൽ പതിയെ അവരെ കണ്ടിട്ട് ചാരമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ അവന്റെ മനസ്സ് മാറാണ്. ഈ സോംബികൾ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല. അവരെല്ലാരെയും കടിച്ച് എല്ലാരും സോംബികളായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോകത്തിനെ രക്ഷിക്കാനായിട്ട് അവരെല്ലാരെയും കൊന്നു കളഞ്ഞേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവൻ ചാരമായിട്ട് മാറാതെ അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇതേ നേരം തന്നെ ജപ്പാൻ പട്ടാളക്കാരെ കാണിക്കുകയാണെങ്കിൽ ജപ്പാൻ പട്ടാളക്കാരും ക്യാപ്റ്റനും എല്ലാരും കൂടെ ആ ഒരു ഗുഹയിൽ വന്നിട്ടുണ്ട്. സോംബികൾ ഏത് ഗുഹയിലാണോ ഒളിച്ചിരിക്കുന്നത് ആ ഗുഹ കണ്ടെത്തി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ വന്ന് തോക്കുമായിട്ട് അങ്ങനെ നടക്കാണ്. ഇവരൊരു സ്ഥലത്ത് വരുമ്പോൾ മിന്നാമിനിങ് പോലത്തെ ഒരു ജീവിയുണ്ട്. അതിന്റെ വെളിച്ചം ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ കയ്യിലുള്ള വെളിച്ചം എല്ലാം ഓഫ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ആ മിന്നാമിനിങ്ങിന്റെ വെളിച്ചത്തിൽ പൊയ്ക്കൊണ്ടിരിക്കും. പെട്ടെന്നായിരിക്കും ആ വെളിച്ചം എല്ലാം അണഞ്ഞു പോകുന്നത്. പക്ഷേ അതൊരു ട്രാപ്പായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ കുറെ അധികം സോംബികൾ വന്നിട്ട് ഈ പട്ടാളക്കാർക്കെതിരെ പോരാടാനായിട്ട് തുടങ്ങും. പട്ടാളക്കാരെ കടിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഇതിൽ കുറച്ച് പട്ടാളക്കാർ ബാക്കി കാണുമല്ലോ. അവരുടെ കയ്യിൽ ഫ്ലെയിം ത്രോവർ ഉണ്ട്. അതായത് തീ വെച്ച് അടിക്കുന്ന ഒരു തോക്കാണ്. അത് വെച്ച് ഈ സോംബികൾക്ക് നേരെ തീ ആക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ചധികം സോംബികൾ കത്തി നശിക്കുന്നുണ്ട്. വേറെ കുറച്ച് സോംബികൾ, അതിന്റെ കൂട്ടത്തിൽ ചേട്ടനും ഉണ്ട്. ചേട്ടനും തീ കണ്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. എന്തായാലും ബാക്കി വന്ന സോംബികളാണെങ്കിൽ എങ്ങനെയൊക്കെ പോരാടി ബാക്കി വന്ന ജപ്പാനീസ് പട്ടാളക്കാരെ എല്ലാരെയും കൊന്നു കളയാണ്. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ജപ്പാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ ആരും അറിയാതെ ദേഹത്തെല്ലാം കുറെ ചെളിയും വാരി പൂശി ആ ഒരു ഗുഹയുടെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഒളിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഒരു മിന്നാമിനിങ് ആണെങ്കിൽ അങ്ങേരുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. ആ മിന്നാമിനിങ് വന്നതും ബാക്കിയുള്ള സോംബികൾ ഇങ്ങേരെ കാണുകയാണ്. പിന്നീട് എന്ത് നടന്നെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ആ സോംബികൾ വന്ന് ഇങ്ങേരെ കടിച്ച് ചിഹ്നം പിന്നാക്കാണ്. ഇങ്ങേരുടെ നിലവിളി മാത്രമേ കേൾക്കാനായിട്ട് പറ്റുന്നുള്ളൂ. പിന്നീട് എല്ലാരെയും കൊന്നതിന് ശേഷം ഈ സോംബികളെല്ലാം കൂടെ ആ ഗുഹയുടെ പുറത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ മെക്ക് അങ്ങോട്ട് വന്നിട്ടുള്ളത്. അവന്റെ കയ്യിൽ തന്നെ ഒരു ഫ്ലെയിം ത്രോവറും ഉണ്ട്. അതായത് തീ വെച്ച് കത്തിക്കുന്ന ആ ഒരു തോക്കില്ലേ, അതുകൊണ്ട് അതാണെങ്കിൽ ഈ സോംബികൾക്ക് നേരെ ചൂണ്ടി അങ്ങനെ നിൽക്കുകയാണ്. മെക്കിനറിയാം ഈ സോംബികളെ വെറുതെ വിടുവാണെങ്കിൽ വലിയ പ്രശ്നമാവും. ഇത് ഭൂമിയിലോട്ട് ഇറങ്ങുവാണെങ്കിൽ, മനുഷ്യരുടെ ഇടയിലോട്ട് ചെല്ലുവാണെങ്കിൽ അവരെ ആക്രമിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ സോംബികളുടെ സ്വയബോധം നഷ്ടപ്പെടും. ഇടയ്ക്ക് കൺട്രോൾ കിട്ടത്തില്ല, മനുഷ്യരെ കൊന്നു തിന്നും. അതുപോലെ ഈ കാര്യങ്ങൾ ചേട്ടനും അറിയാം. ചേട്ടൻ ഇപ്പൊ മെക്കിന്റെ തീരുമാനം കണ്ടിട്ട് അവന് ചെറിയൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം എപ്പോഴും അവൻ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം പ്രശ്നത്തിന് നേരിടാൻ തന്നെ അവൻ തീരുമാനിച്ചില്ലേ. അവൻ പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്ലെയിം ത്രോവർ എടുത്തിട്ട് ഈ സോംബികൾക്ക് നേരെ അടിച്ചു തുടങ്ങുകയാണ്. എല്ലാവരുടെ ദേഹത്തും തീ പിടിക്കുന്നുണ്ട്. അന്നേരമായിരിക്കും കുറെ അധികം ജപ്പാനീസ് പട്ടാളക്കാര് സോംബി ആയിട്ട് അങ്ങോട്ട് വരുന്നത്. നേരത്തെയുള്ള പോരാട്ടത്തിൽ ഇവർക്ക് കടി കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ സോംബിയായ ജപ്പാനീസുകാരും അതുപോലെ തന്നെ നമ്മുടെ കൊറിയൻ പട്ടാളക്കാരും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുകയാവും. അവസാനം എല്ലാ സോംബികളുടെ ദേഹത്തും തീ പിടിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ എല്ലാ സോംബികളും നശിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മെക്ക് കൂടെ ആ ഒരു ഫ്ലെയിം ത്രോവർ കളഞ്ഞിട്ട് എല്ലാ സോംബികളുടെയും കൂട്ടത്തിൽ ഓടി ചെന്നിട്ട് അവന്റെ ദേഹത്തും തീ പിടിക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി വന്ന എല്ലാ സോംബികളും അവിടെ വെച്ച് തന്നെ കത്തി നശിക്കുന്നുണ്ട്. ഒറ്റ സോംബികൾ പോലും പുറത്തോട്ട് പോകുന്നില്ല. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.